യേശുവിൻ്റെ വളർത്തച്ഛനായ ജോസഫ് മരപ്പണിക്കാരനായിരുന്നു എന്ന് പറയുന്നു. ഏതാ ഈ മരപ്പണി? ഈ നന്മയുടെയും തിന്മയുടെയും മരത്തിൽ പണിയെടുക്കുന്നവൻ. അപ്പോൾ ജോസഫ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനല്ല, അതൊരു കൺസെപ്റ്റാണ്. അബ്രഹാം മുതൽ തുടങ്ങി ജീസസിൻ്റെ കാലഘട്ടം വരെയുള്ള ആ യഹൂദ പാരമ്പര്യത്തെ വിളിക്കുന്ന ഒറ്റ പേരാണ് ജോസഫ്. സോ ആദ്യത്തെ ന്യായപ്രമാണം ദൈവം തുറന്നു കൊടുക്കുന്നത് അബ്രഹാമിനാണ്, പരിച്ഛേദന. അത് കഴിഞ്ഞിട്ടാണ് മോശയിലൂടെ ആ കൽപ്പനയെ ഉറപ്പിക്കുന്നത്. സോ അബ്രഹാം മുതൽ ന്യായപ്രമാണം തുടങ്ങുന്നു, അത് യേശുവിൻ്റെ കാലഘട്ടം വരെ ഉണ്ട്. അപ്പോൾ യേശുവിൻ്റെ കാലഘട്ടം എത്തുമ്പോൾ ബൈബിളിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ന്യായപ്രമാണത്തിൻ്റെ വാലിഡിറ്റി യേശു വരെ മാത്രമാണ്. യേശുവിൻ്റെ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ന്യായപ്രമാണത്തിന് വാലിഡിറ്റി ഇല്ല. അപ്പോൾ ആ കാലഘട്ടം വരെ അബ്രഹാം മുതൽ തുടങ്ങി യേശു വരെ ന്യായപ്രമാണത്തിൽ ആൾക്കാർ ജീവിക്കാൻ തുടങ്ങി, കഷ്ടപ്പെടാൻ തുടങ്ങി, അതിന് നിവർത്തിക്കാനായിട്ടുള്ള പങ്കപ്പാടുകൾ. അങ്ങനെ കഷ്ടമനുഭവിച്ച് ജീവിച്ച ഒരു സമൂഹമായിരുന്നു അബ്രഹാം മുതൽ ജീസസ് ക്രൈസ്റ്റ് വരെയുള്ള തലമുറ. സോ മരപ്പണി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ക്രിസ്ത്യ മതം പഠിപ്പിച്ച് തെറ്റിച്ചിരിക്കുന്ന യേശുവിൻ്റെ അപ്പൻ്റെ തൊഴിൽ ആശാരിപ്പണിയായിരുന്നു അല്ല. ആ മരപ്പണി എന്ന് പറയുന്നത് ഈ ന്യായപ്രമാണം എന്ന് പറയുന്ന മരത്തിൻ്റെ പ്രവൃത്തിയെ, അത് പറയുന്ന നന്മയും തിന്മയും അനുഷ്ഠിച്ച് നിവർത്തിക്കാനായിട്ടുള്ള മനുഷ്യൻ്റെ പങ്കപ്പാടുകളായിരുന്നു. അതിൽ പണിയെടുക്കുന്ന മനുഷ്യരായിരുന്നു. അതുകൊണ്ടാണ് ജീസസ് ഒരിക്കൽ പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവേൻ. സോ എന്താണ് ഈ അധ്വാനം? എന്താണ് ഈ ഭാരം? ഈ ന്യായപ്രമാണത്തെ നിവർത്തിക്കാൻ, അനുഷ്ഠിക്കാൻ, അതിനെ ഒബേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനെടുക്കുന്ന പങ്കപ്പാടുകളാണ്. ഒരിക്കലും ന്യായപ്രമാണത്തെ ഒരു മനുഷ്യന് നിവർത്തിക്കാൻ പറ്റില്ല. അതും ബൈബിൾ തന്നെ പറയുന്നുണ്ട്. കൽപ്പനകൾ ഒരു മനുഷ്യനെ കൊണ്ടും നിവർത്തിക്കാൻ സാധിക്കില്ല. ഇനി ഒരു 500 കൽപ്പന ഉണ്ടെന്നിരിക്കട്ടെ, 499 കൽപ്പനകളും പാലിച്ചിട്ട് ഒരു കൽപ്പന ലംഘിച്ചു കഴിഞ്ഞാൽ 499 ലംഘിച്ചതിന് തുല്യമാണ്. സോ ഒരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പാനിനകത്ത് ദൈവം പറയുന്ന കൽപ്പനകളെ പാലിക്കാൻ പറ്റില്ല എന്ന് ബൈബിൾ തന്നെ വ്യക്തമാക്കുന്നു. സോ അങ്ങനെ ഈ കൽപ്പനകളെ നിവർത്തിക്കാനായി മനുഷ്യനിടുന്ന പെടാപ്പാടിനെയാണ് അധ്വാനിക്കുക, ഭാരം ചുമക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ജീസസ് പറഞ്ഞത്, എൻ്റെ കൽപ്പനകൾ, എൻ്റെ അഡ്വൈസസ് അത് വളരെ ലഘുവാണ്, അത് വളരെ മൃദുവാണ്. സോ ജീസസ് നൽകുന്ന ആത്മീക സിദ്ധാന്തങ്ങൾ വളരെ ലഘുവാണ്. പക്ഷേ മോശയിലൂടെ, അബ്രഹാമിലൂടെ വന്നിരിക്കുന്ന ന്യായപ്രമാണം ഇസ് ടു ഹെവി. അതൊരു മനുഷ്യന് നിവർത്തിക്കാൻ പറ്റില്ല. അവിടെയാണ് ഈ അധ്വാനവും ഭാരവും ഒക്കെ വരുന്നത്. ജോസഫിൻ്റെ തൊഴിലെന്ന് പറയുന്ന മരപ്പണി ഈ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ പെടുന്ന പെടാപ്പാടാണ് എന്നുള്ളത് മനസ്സിലാക്കുക.